ഇന്ന് കർക്കിടക വാവ് ബലിയാണ്. തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിന് പ്രതീക്ഷിക്കുന്നത് പതിനായിരങ്ങളെയാണ്. ക്ഷേത്രത്തിലെത്തി പിതൃതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചതായാണ് മനസ്സിലാക്കുന്നത്. വലിയ ഭക്തജനത്തിരക്കാണോ അനുഭവപ്പെടുന്നത്? ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ ചടങ്ങ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവല്ലം ക്ഷേത്രത്തിൽ അറിയാമല്ലോ. കാരണം എത്രത്തോളം പ്രാധാന്യമുണ്ട് തിരുവല്ലം ക്ഷേത്രത്തിന്റെ പഴക്കത്തിനും അതിന്റെ പ്രാധാന്യത്തിനും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ദിവസത്തെ ബലിതർപ്പണ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെയും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഓരോ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഇത്തരത്തിൽ മണ്ഡപങ്ങളിലും പ്രത്യേകമായി ഇത്രയധികം ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് ഒരേ സമയം ബലിതർപ്പണത്തിനുള്ള സൗകര്യമാണ് ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അഞ്ചാമത്തെ ബലിമണ്ഡപത്തിലാണ് നമ്മളുള്ളത്. അവിടെയും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നത് പോലെ നൂറുകണക്കിന് ആളുകൾ ഒരേ സമയം ബലി അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിൽ രാവിലെ പുലർച്ചയോടെ തന്നെ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട, അതായത് വിവിധ വ്യക്തികൾ പോലും ബലിതർപ്പണത്തിൽ എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ്. തലസ്ഥാനത്ത് തന്നെ വർക്കല പാപനാശവും തിരുവല്ലം ക്ഷേത്രത്തിലുമാണ് ഏറ്റവും പ്രധാനമായി ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. സ്മരണയിൽ കർക്കിടക വാവുബലി അർപ്പിക്കുന്നവർ നേരത്തെ തന്നെ തിരുവല്ലം ക്ഷേത്രത്തിൽ വാവുബലി അർപ്പിക്കാനുള്ള വഴിപാട് പോലെ നേർന്നുവെന്ന് നടത്തുന്ന ആളുകൾ പോലുമുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായതിനാൽ തന്നെ പരശുരാമന്റെയൊക്കെ ഐതിഹ്യവുമായി വളരെ ബന്ധമുള്ളതിനാൽ തന്നെ കേരളത്തിലേക പരശുരാമ ക്ഷേത്രം അല്ലെങ്കിൽ ആയുധധാരിയായിട്ടുള്ള യോദ്ധാവിന്റെ രൂപത്തിലുള്ള പരശുരാമ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലേക ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവല്ലത്തെ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമായതിനാൽ തന്നെ. ശരി പ്രജിത്ത്, നമുക്ക് വടക്കൻ കേരളത്തിലെ സ്ഥിതി കൂടി പരിശോധിക്കണം. വടക്കൻ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വരയ്ക്കൽ കടപ്പുറം, വെള്ളയിൽ കടപ്പുറം എന്നിവിടങ്ങളിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായും അനഘ, പിതൃപുണ്യം തേടി ലക്ഷങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വരക്കൽ കടപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി മുതൽ 3 മണി മുതൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാവുകയും 4 മണി മുതൽ ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് ഇന്നലെ മുതൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 1,00,000-ലധികം പേരാണ് ഈ വരക്കൽ കടപ്പുറത്തെത്തി പിതൃപുണ്യം തേടിയത് എന്ന കണക്കുകളാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ വെള്ളയിൽ ഉൾപ്പെടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രശസ്തമായതാണ് ഈ വരയ്ക്കൽ കടപ്പുറം. ഹിന്ദു ഐക്യവേദിയുടെയും ശ്രേഷ്ഠാചാര്യ സഭയുടെയും വരയ്ക്കൽ ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പിതൃപുണ്യം നേടി ലക്ഷങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ചുക്കുകാപ്പി വിതരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. വർഷങ്ങളായി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് അനഘ. അതോടൊപ്പം തന്നെ ഈ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ ഈ കടലിൽ ഇറങ്ങിയുള്ള ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ വരക്കൽ കടപ്പുറത്തെത്തി ഈ ബലിതർപ്പണം നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ നിരവധി ആളുകൾ ഇവിടെ എത്തി ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ വർഷം 1.5 ലക്ഷത്തിലധികം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അനഘ. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ ദിസ്ന സുരേഷാണ് പങ്കുവച്ചത്.